500 രൂപ റേഞ്ചിൽ വരുന്ന 6 ഇഞ്ച് വൂഫേഴ്സ്. നിങ്ങളിൽ കുറേ പേര് 6 ഇഞ്ച് 8 ഇഞ്ച് 10 ഇഞ്ച് 12 ഇഞ്ചൊക്കെ വില കുറവിൽ സ്പീക്കേഴ്സ് ഉണ്ടോ, വൂഫേഴ്സ് ഉണ്ടോ, സബ് വൂഫർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അപ്പോൾ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല. നമുക്കൊരു 3 എണ്ണം ഉണ്ട് 6 ഇഞ്ച്, അത് വില കുറവിൽ ഒരു അത്യാവശ്യം വൃത്തിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ അതിന് ഈ 3 എണ്ണത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് ക്വാളിറ്റി, ഹൈ പവർ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഓഫർ വാങ്ങരുത്. അതായത് നിങ്ങളൊരു മീഡിയം സൈസറും ഒരു ആവറേജ് ടൈപ്പ്, ഇപ്പോൾ ഒരു റൂം മതി, റൂമിനൊരു അത്യാവശ്യം ഒരു വൃത്തിയിലൊന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിനധികം ബഡ്ജറ്റ് ചിലവാക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ സ്പീക്കേഴ്സൊക്കെ എടുക്കാം. അതല്ല ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹെവി സാധനത്തിനൊന്നും വേണ്ടിയിട്ട് ഇത് എടുത്തുകൊണ്ടായിട്ട് പതറിച്ച ക്വാളിറ്റി കുറവ് അങ്ങനെ സ്പീക്കർ അടിച്ചു പോയി അതൊന്നും പറയാൻ നിൽക്കരുത്. അപ്പോൾ അത് ആദ്യം ഒരു ഡിസ്ക്ലൈമർ തന്നെയാണ്. അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഓരോന്ന് പറയാനില്ല, 2 ബ്രാൻഡുകളിലൂടെ, ഒന്ന് 20 വാട്ട്സാണ് 4 ഓംസ്, ഒന്ന് 40 വാട്ട്സ് 4 ഓംസ്, അടുത്തതും 40 വാട്ട്സ് 4 ഓംസ്. അപ്പോൾ ഇത് ടൈസോണിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. 6 ഇഞ്ച് വൂഫറാണ് 4 ഓംസിൽ. ഇത് അലൈവ് എന്നുള്ള കമ്പനിയുടെ 40 വാട്ട്സ് 4 ഓംസ് 6 ഇഞ്ച് വൂഫറാണ്. അതേപോലെ തന്നെ ഇത് അലൈവ് എന്നുള്ള കമ്പനിയുടെ 4 ഓംസ് 20 വാട്ട്സ് വൂഫറാണ് 6 ഇഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 3 എണ്ണം അയച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അലൈവ് 40 വാട്ട്സ് ഞാനോട് മാറ്റി, അലൈവ് 20 വാട്ട്സ് കൊണ്ട് മാറ്റി. ഇനി നമുക്ക് ടൈസോണിക് 40 വാട്ട്സ് ഈ മോഡൽ ആദ്യം നോക്കാം. അപ്പോൾ ഇതിൽ മോഡൽ നമ്പർ എന്ന് പറയുന്നത് TY690W എന്നാണ് മോഡൽ. ഇവരുടെ വെബ്സൈറ്റ് www.tysonic.net എന്നിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഒന്നും കണ്ടില്ല. അത് ചിലപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച വെബ്സൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ മോഡലാണ് ഞാനിപ്പോൾ ആദ്യം എടുത്തുകൊണ്ട് വന്ന വൂഫർ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട്, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഇപ്പോൾ എങ്ങനെ പറയാം, കുറച്ചൊരു സ്ട്രോങ് ലുക്ക് ഉണ്ട്, അത്യാവശ്യം ഹെവിയാണ്. ഇതാ എൻ്റെ മാഗ്നറ്റ് ഷീൽഡഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഈ വൂഫറിൻ്റെ ബാക്ക് സൈഡിൽ കാണാം. ഞാനിത് ചെക്ക് ചെയ്തില്ല, റിയലി ചെക്ക് ചെയ്തില്ല. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നുള്ളൂ. നല്ലൊരു ബിൽഡ്, ഒരു വെറൈറ്റി ലുക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ അത് അയക്കുമ്പോൾ കാണാം ഇത് ഇതായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ അടുത്തത് അലൈവിൻ്റെ 40 വാട്ട്സ് നമുക്ക് കഴിക്കാം. ഇതാണ് അലൈവിൻ്റെ 40 വാട്ട്സ്. അപ്പോൾ ഇത് ഞാൻ നമ്മൾ വാങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കുമല്ലോ, അങ്ങനെ ഉള്ള ആ പേപ്പറൊക്കെ ഒന്ന് ചുളിഞ്ഞാണ്. മറ്റേ നല്ല വൃത്തിയിൽ പാക്ക്ഡ് ആണ്. അപ്പോൾ പാക്കിങ്ങിലൊന്നുമല്ല നമുക്ക് കാര്യം, നമുക്ക് ഇതിൻ്റെയൊക്കെ പെർഫോമൻസിലായിരുന്നു. ഇതിൻ്റെ ലുക്ക് കാണാം. ഇത് നമ്മുടെ ഡൽഹി ബേസ്ഡ് സാധനമാണ്. മാർക്കറ്റഡ് ബൈ പീയൂഷ് എൻ്റർപ്രൈസസ് ഡൽഹി. പച്ചക്ക് അവിടെ ഇതിണ്ട്. അപ്പോൾ പിന്നെ വേറെ തരേണ്ടല്ലോ, ഡൽഹി ബേസ്ഡ് സാധനമാണ്. 4 ഐറ്റംസ് എന്ന് പറയാനില്ല, 4 റൂംസ് ആണ്. അപ്പോൾ ഇത് ഈ കാണുന്ന ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ആണുള്ളത്. നിങ്ങളിതിൻ്റെ മേക്കിംഗ് നമുക്ക് ഇപ്പോൾ ഒരു തരം എന്താ പറയുക, ഈ ഒരു വൂഫറും ഇപ്പോൾ അടുത്തടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കാണുന്ന ആ ഒരു ഇമ്പ്രഷനില്ലേ, അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ ഇത് രണ്ടിനും ഇപ്പോൾ ഒരു 100 രൂപയുടെ വ്യത്യാസം ഇതിന് കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് ഇതിനിപ്പോൾ വില കുറവാണ്, സെയിം വാട്ട്സാണ്, സെയിം ഓംസാണ്, കേൾക്കുമ്പോഴും ഒരേപോലെ. പക്ഷെ ഒരാൾ പെട്ടെന്ന് ചിലപ്പം ഇത് വാങ്ങിക്കൂടായില്ല, കാരണം അത് കണ്ടിട്ട് വാങ്ങുകയാണ്. അതിൻ്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞാലേ ശരിക്കും നമുക്ക് വാങ്ങിയ നഷ്ടമോ ലാഭമോ എന്നറിയുള്ളൂ. ഈ 40 എന്ന് പറയുന്നതൊക്കെ മാക്സിമം 40 വാട്ട്സ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ അലൈവിൻ്റെ 20 വാട്ട്സ് 6 ഇഞ്ചസ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഇതും ഡൽഹി ബേസ്ഡ് ആണ്, ഡൽഹി മെയ്ഡാണ്, ഇന്ത്യൻ മെയ്ഡാണ്. 20 വാട്ട്സ് 4 ഓംസ് ആണ്. 2030 IC ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് അത്യാവശ്യം ഒരു വൃത്തിയിലുള്ള സൗണ്ട് കേൾക്കണമെങ്കിൽ ഈ വൂഫർ എടുക്കാം. 100% നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇതൊന്നും എടുത്തുകൊണ്ടായാലും ശരിയാവില്ല. 2030 ഈ 20 വാട്ട്സ് എന്ന് പറയുന്നത് ഇത് പീക്ക് 20 വാട്ട്സ്, അതായത് മാക്സിമം 20 വാട്ട്സ് ആയതുകൊണ്ട് 2030 ഇത് കറക്റ്റ് പക്കയാണ്, സൂട്ടബിൾ ആണ്. RMS 20 വാട്ട്സ് അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 4 ഓംസ് ആണ്. സെയിം സാധനത്തിൻ്റെ മറ്റൊരു ബ്രാൻഡ്, അത് ബ്ലാക്ക് കോണാണ്. ഇതിന് ഒരു ഗോൾഡൻ ആണ്, ഇതിൽ ബ്ലൂ, പല കളറിലും വരുന്നുണ്ട്. ഒരു കുറേ വേരിയേഷൻ ഉണ്ട് കളറിൻ്റെ. ഒരു മാന്യമായ ബഡ്ജറ്റിൽ വല്ലാതെ 10,000-20,000 ഒന്നും സ്പീക്കേഴ്സിന് കളയണ്ട. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടിയോട്ടെ അതിൻ്റെ ഒരു ക്ലോസപ്പും കൂടി കിട്ടല്ലോ എന്നുള്ള നിലക്കാണ്. ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്, ഒന്ന് അടിപൊളിയാക്കാം. അപ്പോൾ ഞാൻ പ്ലേ ആക്കാൻ പോകും. അപ്പോൾ 20 വാട്ട്സിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലേ. 20 വാട്ട്സ് ശരിക്കും നല്ലൊരു പവർ ആമ്പ്, ഒരു 20 വാട്ട്സോളം പീക്ക് 20 വാട്ട്സ് കിട്ടുന്ന ഒരു സ്പീക്കർ ഒരു വൂഫറിലേക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ല ഡീറ്റ്
അത്യാവശ്യം നല്ല എഫക്റ്റ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്ലീൻ ആണുള്ള സൗണ്ട് അല്ലേ. അപ്പോൾ അടുത്ത് നമുക്ക് 40 വാട്ട്സ് ചെക്ക് ചെയ്യാം. ഇത് കുറച്ചും കൂടി ഔട്ട്പുട്ട് പവറുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ വെമ്പം മാറ്റം. ആ വാട്സിൻ്റെ മാറ്റം നല്ല വേർതിരിച്ചറിയാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മളെ വേറൊരു പ്രതീക്ഷ ഉണ്ട് അതിൻ്റെ അകത്ത്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ടും ഒരേ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടും പിന്നെ അത് രണ്ടും നല്ലൊരു വ്യത്യസ്തത നമുക്ക് കിട്ടീനി. ഇനി നമുക്ക് ടൈസോണിക് എന്ന് പറഞ്ഞൊരു വൂഫർ ഉണ്ട്, 6 ഇഞ്ച്. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തില്ല. ഓ, പ്രതീക്ഷകൾ തകർന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇത് തകർത്ത് കളഞ്ഞു. അതായത് ഞാൻ ഇതിൽ ഉള്ളതിൻ്റെ ഒരു പെർഫോമൻസ് ഇതിനായിട്ടും ഒരു ഇത്തിരി മുന്നിൽ ഇത് പെർഫോം ചെയ്യുന്നതാണ് വിചാരിച്ച്. പക്ഷേ എല്ലാത്തിനായിട്ടും സൂപ്പറായിട്ട് ഇതാണ് പെർഫോം ചെയ്തത്. എല്ലാത്തിനായിട്ടും എന്ന് പറയുമ്പോൾ ഈ 6 ഇഞ്ച് 4 ohms 40 വാട്ട് സെയിം കോൺഫിഗറേഷനുള്ള 2 എണ്ണത്തിൽ നിന്ന് 2 തരം എഫക്റ്റ്. അപ്പോൾ എനിക്ക് ഇതാണ് സൂപ്പറായി തോന്നിയത്. ഇത് കുഴപ്പമെന്നല്ല, പക്ഷേ അതിൻ്റെ അത്ര ഔട്ട്പുട്ട് ഇന്ന് കേട്ടില്ല എനിക്ക്. നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് നിങ്ങളെന്ന് പറയാം. അപ്പോൾ വില കാര്യങ്ങൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ വില. ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വില വരുന്നത്. അതിൻ്റെ ആ ഒരു ചുറ്റുപാടിലുള്ള വില എന്ന് പറയുന്നത് വലിയ തെറ്റുള്ള വിലയൊന്നുമല്ല. 40 വാട്ട്സ് ആ ഒരു ഈ ഇപ്പോൾ കേട്ട ഒരു രൂപത്തിലുള്ള ഒരു സൗണ്ടിന്. പിന്നെയുള്ള കൂടി പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടുള്ള വളരെ തുച്ഛമായ DBൻ്റെ വ്യത്യാസം മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. വില കൂടി വരും. അത് നിങ്ങളിഷ്ടം. ആ എടുക്കുന്നത് ആരാണോ ഉപയോഗിക്കുന്ന ആരാണോ അവരുടെ ഇഷ്ടമാണ് ഏത് ഉപയോഗിക്കണം എന്നുള്ളത്. വില കുറവ് താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ എടുക്കാം എന്നാണ് നമ്മളെ അഭിപ്രായം. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടുക എന്ന് വെച്ചാൽ കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോടാണല്ലോ. അപ്പോൾ കോഴിക്കോടാണ് ഇത് കിട്ടുക. ഡയറക്റ്റ് നിങ്ങൾക്ക് വന്ന് വാങ്ങാം. കൊറിയർ ചെയ്യുന്നത് ഇത് വേറൊരു ഷോപ്പാണ്. ടൈസോണിക് എന്ന് പറഞ്ഞ ഈ സാധനം വേറൊരു ഷോപ്പാണ്. അപ്പോൾ ഇതും കൊറിയർ ചെയ്തു തരും താല്പര്യമുള്ളവർക്ക് വന്നിട്ട് വാങ്ങാം. എല്ലാവരും എന്നുള്ള ഈ 2 പ്രോഡക്റ്റും ഞാൻ RSK ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗ്രാൻഡ് ബസാറിനകത്ത് ഉള്ള ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. ഹോൾസെയിൽ എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ബൾക്ക് ഓർഡറും കിട്ടും, റീറ്റെയിൽ ആയിട്ടും കിട്ടും. അവിടെ ഡീറ്റെയിൽസ് വാട്സപ്പ് കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം. കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ വേണ്ട ഡീറ്റെയിൽസ് ചോദിക്കുക. സബ്ബൂഫറിൻ്റെ ബോക്സ്, ചാനൽ ബോക്സ്, ആംപ്ലിഫയേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, അങ്ങനത്തെ എല്ലാവിധ സാധനവും അവർക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെയൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് തരും. അതുപോലെ ഇത് വാങ്ങിയത് നമ്മൾ ഇലക്ട്രോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. ഞാനൊരു പലപ്പോഴും പല സാധനങ്ങളും എടുത്തിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വില കുറവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനില്ല എന്നൊന്നും പറയുന്നില്ല. നമ്മൾ പലരും ചോദിക്കുമ്പോഴും ഞാൻ വില കുറവുള്ള എടുക്കേണ്ട, വില കൂടിയത് മറ്റേ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ എടുത്താൽ മതി, അതാണ് നല്ല ഇതാണ് നല്ല പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ അതേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ സാധനം കിട്ടണ്ടേ? അപ്പോൾ ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി അസംബിൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് വിലയാണ് നമ്മൾ തംബ്നെയിലിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഈ വൂഫർ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്, വീഡിയോക്ക് റീച്ചൊന്നുമില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.